മറ്റൊരു വാർത്തയിലേക്കാണ്. കോതമംഗലത്ത് കിണറ്റിൽ ഒരു കാട്ടാന വീണിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോതമംഗലം എംഎൽഎ മാധ്യമങ്ങളെ കാണുന്നു. വനംവകുപ്പ് മന്ത്രിയുടെയും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും അടക്കം ശ്രദ്ധയിൽ നമ്മൾ ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുടെ കൂടി ഇടപെടൽ ഇതിനകത്ത് അടിയന്തരമായി ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പം അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് ഇവിടെ നമ്മുടെ രാവിലെ ഇവിടെ വരുമ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പുറകിലായുള്ള കുളത്തിലാണ് ആന നിൽക്കുന്നത്. അപ്പോൾ ആ കുളത്തിലുള്ള വെള്ളം വറ്റിച്ചതിന് ശേഷമേ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ ഡോക്ടർ അടക്കമുള്ളവർ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര നടപടി വേഗത്തിൽ ആ നടപടികൾ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഡിഎഫ്ഒയും കളക്ടറുടെ പ്രതിനിധി RDOയും ഞങ്ങൾ 2 MLAമാരും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്നുകൊണ്ട് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ മയക്കുവെടി വെച്ച് ഇപ്പോൾ കിണറ്റിൽ വീണിട്ടുള്ള ആനയെ ഈ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അതിന് ചില സാങ്കേതികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യം ആ വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ജനക്കൂട്ടം ഇവിടെ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഈ വാർത്ത പുറംലോകം അറിഞ്ഞ നിമിഷം മുതൽ വലിയ തോതിലാണ് ആളുകൾ വലിയ ആശങ്കപ്പെട്ടുകൊണ്ടാണ് പ്രദേശത്തേക്ക് എത്തുന്നത്. അപ്പോൾ വനം വകുപ്പിന് ഈ അറ്റംപ്റ്റ് നടത്തണമെങ്കിൽ ഇവിടെ മറ്റ് ജനങ്ങൾക്ക് കാഷ്വാലിറ്റി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആളുകളുടെ ഒരു സഹകരണം വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കോട്ടപ്പടിയിൽ 1, 2, 3, 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചുകൊണ്ട് 24 മണിക്കൂറിലേക്ക് 144 പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും ആനയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കിണറ്റിൽ ഇവിടെ ഒട്ടേറെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനടക്കം ഉപയോഗിക്കുന്ന കിണറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടം ഇപ്പോൾ ഇവിടെ PWD എഞ്ചിനീയർമാരടക്കം എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും ആന കുളത്തിൽ നിന്നും കയറിയതിനു ശേഷം മാത്രമേ നമുക്കതിന്റെ ഒരു ഡാമേജിനെ സംബന്ധിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുള്ളൂ, എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയുള്ളൂ. അത് അടിയന്തരമായി തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ അതിന്റെ നഷ്ടപരിഹാരം അടക്കം അതിന്റെ അനുമതി നൽകുമെന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഈ വിഷയം അറിഞ്ഞ രാവിലെ മുതൽ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ വനംവകുപ്പ് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളതുപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം അത് ഭംഗിയായി ക്രമീകരിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ വലിയ സഹകരണം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് തുടർന്നും അത്തരത്തിലുള്ള 144 പ്രഖ്യാപിച്ചാൽ പൂർണ്ണമായിട്ടും പിന്നെ പോലീസ് അത് കൈകാര്യം ചെയ്യുന്ന നിലയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് അനുമതി നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കുകയാണ് MLA ചെയ്യുന്നത്.